ഞാൻ ഈ സ്കൂളിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിനിയാണ്. ഇവിടെ ഇങ്ങനെ ഇരിക്കാനായിട്ട് എനിക്ക് അഭിമാനമുണ്ട്. കാരണം വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 19 വർഷം മുമ്പ് ഞാനിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ നടത്തിയ ഒരു മത്സരത്തിൽ, സാഹിത്യ മത്സരത്തിൽ ചെറുകഥയ്ക്ക് ഓൾ കേരള വിഭാഗത്തിൽ എനിക്ക് സ്വർണ്ണ മെഡൽ കിട്ടിയിട്ടുണ്ട്. അത് ഇവിടുത്തെ ഈ അസംബ്ലിയിൽ വെച്ച് എനിക്ക് സിസ്റ്റർ ഡോറോത്തി, അന്നത്തെ എച്ചമ്മാണ്, വിളിച്ച് സർട്ടിഫിക്കറ്റും മെഡലും തന്നതായിട്ട് ഒരു ഭാഗ്യമുണ്ടായിരുന്നു. പക്ഷെ അന്നൊരു മൊബൈൽ പോലും ഇല്ലാത്ത കാലമായതുകൊണ്ട് അതൊരു ഫോട്ടോ ആയിട്ട് അല്ലെങ്കിൽ റെക്കോർഡായിട്ട് ആരുടെയും കയ്യിലില്ല. പക്ഷെ ഇന്ന് ഞാനിവിടെ നിൽക്കാൻ നേരത്ത് നിറകണ്ണുകളോടെയാണ് ഞാനത് ഓർക്കുന്നത്. ഞാൻ മലയാളത്തിൽ വളരെ വീക്കായിരുന്നു. പക്ഷേ മലയാളത്തിൻ്റെ അക്ഷരങ്ങൾ ഇവിടെ നിന്നാണ് ഞാൻ പഠിച്ചത്. കാരണം 1ാം ക്ലാസ് തുടങ്ങി 4 വരെ ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിലായിരുന്നു. പിന്നെ ഇവിടെ വന്ന് പഠിച്ചു കഴിഞ്ഞപ്പോഴേക്കും മലയാളത്തിൽ അക്ഷരങ്ങൾ പഠിച്ച് 8ാം ക്ലാസ്സിൽ വെച്ച് കഥ എഴുതാൻ തുടങ്ങി. ഒരു കുടയും കുഞ്ഞു കുഞ്ഞുങ്ങളും എന്ന ഇവിടുത്തെ ലൈബ്രറിയിലെ ബുക്കാണ് ഞാൻ ആദ്യം വായിക്കാൻ തുടങ്ങിയത്. ഇവിടുത്തെ എല്ലാ ബുക്കും ഞാൻ വായിച്ചിട്ടുണ്ട്. ഈ വായനയാണ് എന്നെ വളർത്തിയതെന്ന് പറയാം. കാരണം വീടുകളിൽ ഒരു ഒരു ബുക്കാണ് മേടിക്കാത്ത കാലമാണ്. ഇവിടുത്തെ ലൈബ്രറിയിലെ എല്ലാ ബുക്കും തന്നെ ഞാൻ എല്ലാവരെയും ഞാൻ വായിച്ചിട്ടുണ്ട്. അവസാനം ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ കഥകളും എൻ്റെ വനിതയിലും എന്തായാലും പ്രസിദ്ധീകരിച്ച് വന്നു തുടങ്ങി. അന്ന് തുടങ്ങി ഇവിടെ ഒരു സെലിബ്രിറ്റി ആയിരുന്നു ഈ ചാപ്യാത്ത ഏരിയയിൽ. ഷീല കുറയുന്ന പേരിലാണ് കഥകളും കവിതകളൊക്കെ എഴുതിയിരുന്നത്. ബാലബുദ്ധിയിലും യുവതരംഗം, യുഗപ്രതിഭയിലൊക്കെ ഞാൻ എഴുതുമായിരുന്നു. എൻ്റെ വിവാഹത്തിന് ശേഷം നമുക്കൊരു ബ്ലോക്കായി. പക്ഷെ അതിനുശേഷം ഞാൻ എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വളരെ നന്നായിട്ട് സോഷ്യൽ മാഗസീനിലും സോഷ്യൽ മീഡിയയിലും കുടുംബം, മനോരമ, മംഗളം എനിക്കതിൽ എഴുതാൻ തുടങ്ങി. ഞാൻ 7 ബുക്ക് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞു. എല്ലാം ഇവിടുത്തെ ഈ കോൺവെൻറ്റിൻ്റെ ഇവിടുത്തെ അധ്യാപകരാണ് എന്നെ അതിൽ സഹായിച്ചിട്ടുള്ളത്. അതിനെ എന്നെ സഹായിച്ചത് എൻ്റെ വായനയാണ്. ഇന്ന് ഞാൻ ആ വായന മുടക്കിയിട്ടില്ല. അപ്പോൾ ഈ വായനയുടെ ഒരു സന്ദേശമായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ വായിക്കണം. വായിച്ചാൽ മാത്രമേ നമുക്ക് വളരാൻ പറ്റുള്ളൂ.